ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലോട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് നമ്മളുടെ ഗൂഗിൾ പേയുടെ UPI പിന്ന് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലോട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിനായിട്ട് നമ്മൾ ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് നമ്മളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെയായിട്ട് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ബാങ്ക് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേയുമായി കണക്ട് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിൻ്റെ UPI പിന്നാണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ നമുക്ക് മുകളിലായിട്ട് 3 കുത്തുകൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് UPI പിൻ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ UPI പിന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേയുടെ ഇപ്പോഴത്തെ UPI പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെ കാണുന്ന ടിക്ക് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ പേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ UPI പിന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ UPI പിൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം താഴെ കാണുന്ന ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ പേയുടെ UPI പിന്ന് മാറുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയുടെ UPI പിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക്